നമസ്തേ. നമുക്കിനി സെക്സ് ചക്രയെക്കുറിച്ച് പറയാം. സെക്സ് ലോവർ മോസ്റ്റ് ഓഫ് ദ നേവലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിൽക്കുന്ന പ്യൂബിക് ബോണിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വൈറ്റൽ എനർജി സെൻ്ററാണ്. നമ്മുടെ ലൈംഗിക അവയവത്തിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നു. അതിൻ്റെ പ്രത്യേകത ലൈംഗിക ആവശ്യങ്ങൾക്കും ലൈംഗിക ശക്തിക്കും അതുപോലെ തന്നെ പ്രൊക്രിയേഷന് വേണ്ട അടുത്ത തലമുറകൾ ജനനം കൊള്ളാൻ വേണ്ട ശക്തി സമാഹരിച്ച് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുക എന്നുള്ളതാണ് സെക്സ് ചക്രയെ പറയുക. സംസ്കൃതത്തിൽ സ്വാധിഷ്ഠാന ചക്രം എന്നാണ് പറയുക. അമൂല്യമായ ശക്തികൾ ഉൾക്കൊള്ളുന്നതാണ് സെക്സ് ചക്ര. ലൈംഗികമായ ദാഹം, ലൈംഗികമായ ഉണർവ് ഒരു തലത്തിലേക്ക് നമ്മെ ആകർഷിപ്പിക്കാനൊക്കെ ഉള്ള തലത്തിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് സെക്സ് എനർജി സെൻറ്റർ. ഇല്ലെങ്കിൽ അതൊരു സാധാരണ ഊർജ്ജകേന്ദ്രം പോലെ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലൈംഗികതയോട് താല്പര്യമില്ലാണ്ടാവുകയും കുട്ടികളെ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ആകർഷണം ഉണ്ടാവണമെന്നോ ഒരു ഇണ വേണമെന്നോ താല്പര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അത് ദൈവം ഈശ്വരൻ്റെ സൃഷ്ടിയിൽ മഹത്തായ സൃഷ്ടികളിൽ ചില കാര്യങ്ങളാണ് ഈ സെക്സ് എനർജി സെൻ്ററിന് ഒരു പ്രത്യേക ആവേശം ഉണ്ടാക്കുക, അട്രാക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഈ സെക്സ് എനർജി സെൻറ്റർ അവിടെ ഓട്ടോമാറ്റിക്കലായി അവിടെ എനർജൈസ് ചെയ്ത് സെക്സിന് അർജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാലേ അടുത്ത തലമുറ ഉണ്ടാവുള്ളൂ. അപ്പോൾ സെക്സ് എനർജി സെൻറ്റർ നമുക്ക് സെക്സിന് വേണ്ടി മാത്രമല്ല, ലൈംഗികാവയവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആണുങ്ങൾക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭപാത്രം, മൂത്രാശയ സഞ്ചി, പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓർഗനുകളായിട്ട് ഇവ കണക്റ്റഡ് ആണ്. അതിന് ത്രോട്ട് ചക്രയായിട്ട് വളരെ ബന്ധമുണ്ട്. ത്രോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്സ് ചക്ര വെരി മച്ച് റിലേറ്റഡ് ടു ദ ത്രോട്ട് ചക്ര. ത്രോട്ട് ചക്രയ്ക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ സെക്സ് ചക്ര നമുക്ക് ഡിപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ സെക്സ് ചക്രയ്ക്ക് എന്തെങ്കിലും ഡിപ്ലീഷൻ ഓർ കഞ്ചഷൻ വന്നാലും അത് ത്രോട്ടിനെ ബാധിക്കും. പാട്ട് പാടുന്ന ആളുകൾ, പ്രസംഗിക്കുന്ന ആളുകൾ, അധ്യാപനം നടത്തുന്ന ആളുകൾക്കൊക്കെ സെക്സ് ചക്ര അഴുക്ക് പിടിച്ചതോ അല്ലെങ്കിൽ തീരെ എനർജി ഇല്ലാത്തതാണെങ്കിൽ അവരുടെ രീതികൾക്കും കാര്യങ്ങൾക്കൊക്കെ പാട്ട് പാടുന്ന ആൾക്കാണെങ്കിൽ മികച്ചതായ രീതിയിൽ ചിലപ്പോൾ പാടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ത്രോട്ടിനെ ശരിയാക്കുന്നതോടുകൂടി സെക്സിനെയും കൂടി ശരിയാക്കേണ്ടത്. സെക്സ് ചക്ര വളരെ ഇഫക്റ്റീവ്ലി കറക്റ്റ് ചെയ്ത് നിർത്തേണ്ടതുണ്ട് ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ ഈ സെക്സ് ചക്ര അവിടെ കെട്ടിക്കിടന്നാൽ അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ സെക്സ് ചക്രയിൽ നിന്ന് സെക്സ് ചക്ര എല്ലാ എനർജി ഡിവൈൻ എനർജി തന്നെയാണ്. സെക്സ് ചക്ര മച്ച് മോർ ദാൻ കണക്റ്റഡ് വിത്ത് ദ ഡിവൈൻ എനർജി. ബ്രഹ്മം ആചരിക്കുക എന്ന് പറയില്ലേ, ബ്രഹ്മചാരി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, പ്രീസ്റ്റുകളൊക്കെ ബ്രഹ്മചാരികളായിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ. അവർക്ക് എന്തുകൊണ്ടാണ് അവർ ബ്രഹ്മം ആചരിക്കുന്നത്? ബ്രഹ്മം ആചരിക്കുന്നതിന് കാരണം അവരുടെ ദൈവികത കൂടാൻ വേണ്ടിയാണ്. ആ എനർജി നേരെ മുകളിലേക്ക് സബ്ലിമേറ്റ് ചെയ്ത് പോകുന്നു. ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സ് അവിടെ ലൈംഗികതയ്ക്ക് ആ ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് നേരെ മുകളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യല്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അവിടേക്ക് അത് സബ്ലിമേഷൻ നടക്കുന്നു. അപ്പോൾ ക്രൗൺ ചക്രയിലേക്ക് അത് വന്നു ചേരുന്നു. അപ്പോൾ ഡിവൈൻ എനർജിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് സെക്സ് ചക്രയ്ക്ക്. മാത്രമല്ല ലോവർ ക്രിയേറ്റീവ് ഭാഗമാണ്, ഇൻ്റലിജൻറ്റ് ഭാഗമാണ്. ലോവർ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്ന ലോവർ ക്രിയേറ്റീവ് പവർ കൊണ്ടാണ്. ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നാം ഇപ്പോൾ ഒരു കൊത്തുപണി ചെയ്യുകയാണെങ്കിൽ, ഒരു പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ, ഒരു കവിത എഴുതുകയാണെങ്കിൽ അതിനൊക്കെ ക്രിയേറ്റീവായിട്ട് അതിന് ഭാവനയായിട്ട് ബന്ധമുണ്ട്, ത്രോട്ടായിട്ടും ബന്ധമുണ്ട്. ത്രോട്ട് ഹയർ ക്രിയേറ്റീവ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഭാവനാസമ്പന്നമായ കാര്യങ്ങൾ, പിന്നെ സയൻറ്റിസ്റ്റുകൾക്ക് വ്യത്യസ്തമായ തലത്തിൽ സാധാരണക്കാർ ചിന്തിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി ചിന്തിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സഹായിക്കാൻ ത്രോട്ടിൻ്റെ ഒരു ഹയർ ക്രിയേറ്റീവ് പവർ സഹായിക്കുന്നു. ഇവിടെ ലോവർ ക്രിയേറ്റീവ് പവർ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അദ്ദേഹത്തിന് രണ്ടും പ്രവർത്തിക്കും.
കാരണം വളരെ IQ ഇൻ്റലിജൻ്റായിട്ട് ത്രോട്ടിൻ്റെ ഹയർ ഫാക്കൽറ്റി വർക്ക് ചെയ്യും. അതുമാതിരി സെക്സ് അതിനെ പ്രത്യേക രീതിയിൽ. ഇനി ഒരു ആർക്കിടെക്റ്റ് അദ്ദേഹം ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ മികച്ചതായിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസോട് കൂടി ചെയ്യാനായിട്ട് ഈ സെക്സ് ചക്രയുടെ ശക്തി അതിൽ ഉപയോഗപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ക്രിയേഷൻസ്, പുതിയ പുതിയ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഏത് മേഖലകളിലും ക്രിയേഷൻസ് ഉണ്ടല്ലോ, ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എവിടെയായാലും നമ്മളെല്ലാവരും ഓരോ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ മേഖലകളിൽ ചെയ്യുമ്പോൾ ആ ലോവർ ക്രിയേറ്റീവായിട്ടുള്ള ശക്തിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സെക്സ് ചക്രയുടെ സഹായം ആവശ്യമുണ്ട്. സെക്സ് ചക്ര ക്ലീൻ ചെയ്ത് അതിനെ ശക്തി ആർജിപ്പിക്കേണ്ടതുണ്ട്. ഈ ശക്തി ആർജിപ്പിക്കുമ്പോൾ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ശക്തികളൊക്കെ വേറെ. ഞാനിത് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള പവറിനെ, ക്രിയേറ്റീവ് ഇൻ്റലിജൻസിനെ, ലോവർ ക്രിയേറ്റിവിറ്റിയെ, അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ലിത്തോസ്ഫിയറിൽ നിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മോൾഡ് ചെയ്ത് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പ്രത്യേക രീതിയിൽ പല പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് സെക്സ് എനർജി സെൻറ്റർ. സെക്സ് എനർജി സെൻറ്റർ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സെക്സ് എനർജി സെൻറ്റർ കണക്റ്റഡ് വിത്ത് മദർ എർത്ത്. ഭൂമിയിൽ നിന്നും ഡയറക്റ്റായിട്ടാണ് അത് എനർജി സ്വീകരിക്കുക. ഭൂമിയിൽ നിന്നും സ്വീകരിക്കുന്ന ശക്തിയായിട്ടുള്ള ഊർജം സ്വീകരിച്ച് അത് റെഡ് പ്രാണനെയും യെല്ലോ പ്രാണനെയും ഓറഞ്ച് പ്രാണനെയും സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലുകൾക്കൊക്കെ ശക്തി തരുന്നത് സെക്സ് ചക്രയുടെ എനർജി 30% കാലുകൾക്കുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. പ്രായമൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ കാലുകളുടെ ശക്തി കുറഞ്ഞു പോകുന്നു. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്ത് അവിടെ എനർജി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകളുടെ ശക്തി മെച്ചപ്പെടുന്നു. അപ്പോൾ സെക്സ് ചക്ര സെക്സുമായിട്ട് മാത്രമല്ല, അതിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷനായിട്ടുള്ള ലോവർ ക്രിയേഷൻ മാത്രമല്ല, അതൊരു റൂട്ടഡ് ചക്ര തന്നെയാണ്. റൂട്ട് ചക്ര എന്ന് പറഞ്ഞാൽ ബേസിക് ചക്രയെ നമ്മൾ പറയുമെങ്കിലും ഇതും ഒരു ഹാഫ് ലെവലിൽ ഒരു റൂട്ടിങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഭൂമിയുമായിട്ടത് വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിച്ച് ഒരു വൃക്ഷത്തിൻ്റെ തായ്വേര് പോലെ താഴേക്ക് പോയി അത് ഭൂമിയിൽ നിന്നും ഊർജത്തെ അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് മുഴുവൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സെക്സ് ചക്രയ്ക്ക് വളരെ വലിയ ധർമ്മമുണ്ട്. എല്ലാ ചക്രകൾക്കും അതിൻ്റേതായ വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. എന്നാലും അതും വൈശിഷ്ടമായ ചക്ര തന്നെ. സെക്സ് ചക്ര കാലുകൾക്കുള്ള ശക്തി തരുന്നു, സെക്സ് എനർജി ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ലൈംഗികമായ നേരത്ത് നമ്മിൽ ഒരു ആനന്ദമുണ്ടാകുന്നത്, അട്രാക്ഷൻ ഉണ്ടാക്കുന്നതൊക്കെ സെക്സ് എനർജി തന്നെ. പക്ഷെ അത് ഉണരുന്ന നേരത്ത് ലൈംഗികമായ കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് ആനന്ദത്തിലേക്കും പരമാനന്ദത്തിലേക്കും നാം മാറുന്നത് അത് കുണ്ടലിനിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ആ എനർജി ഇത് രണ്ടും റൂട്ട് ചക്രയാണ്. മൂലാധാരത്തിലാണ് കുണ്ടലിനി ഉറങ്ങിയിരിക്കുന്നത്, അതിനെ ഉണർന്നു വരേണ്ടത്. അപ്പോൾ ഇതും സെക്സ് ചക്രമായിട്ട് അതിന് ബന്ധമുണ്ട്. നമ്മുടെ ശരീരവുമായിട്ട്, നമ്മുടെ ശരീരത്തിലെ വളരെ ലോവർ ലെവലിൽ നിൽക്കുന്ന വളരെ മികച്ചതായിട്ടുള്ള ഊർജ മണ്ഡലങ്ങളാണ് സെക്സ് ചക്ര ആൻഡ് ബേസിക് ചക്ര ആൻഡ് ഓൾ ചക്രസ് ആർ കണക്റ്റഡ് വിത്ത് ഡിഫറെൻറ്റ് തിങ്സ്. എന്നാൽ ഒരു മാലയിൽ മണികൾ കോർത്ത പോലെ എല്ലാം പരസ്പരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സെക്സ് ചക്രയെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഇനിയും വിശദമാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ കൂടെ, ഇത് വളരെ ലളിതമായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഫങ്ഷൻ, ഈ ചക്രകൾ, ശരീരത്തിലെ വൈറ്റൽ പോയിൻ്റുകൾ ഏതേത് അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊക്കെ മലയാളത്തിൽ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. വിദ്യാഭ്യാസമല്ല പ്രധാനം, ഇത് പഠിക്കണമെന്ന ആഗ്രഹമാണ് പ്രധാനം. 16 വയസ്സാവണമെന്ന് മാത്രം. അപ്പോൾ ഇത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെയും മികച്ചതാക്കിയെടുത്ത് നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാനായിട്ട് ഈ ചക്രകളെ കുറിച്ചുള്ള പഠനം വളരെ ആവശ്യമാണ്. ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇന്ത്യയിൽ സീനിയർ ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഷാർലറ്റിൻ്റെ ഡയറക്റ്റ് സ്റ്റുഡൻ്റാണ് ഞാൻ. മാസ്റ്ററുടെ ഇതിൻ്റെ ഗുരുവിൻ്റെ ഫിലിപ്പൈൻസിൽ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റായിരുന്ന ഗുരു മഹാത്മാ ചോവാക്കോക്സിയുടെ ധർമ്മപത്നിയും സീനിയർ സ്റ്റുഡൻറ്റും എല്ലാത്തിനും അവകാശം മാസ്റ്റർ കൊടുത്തിരുന്നതുമായ ഷാർലറ്റാണ്
എനിക്ക് എല്ലാ ലൈസൻസും ഹയർ കോഴ്സസൊക്കെ പഠിപ്പിക്കാൻ അനുവദിച്ചത്. ഓൺ ബിഹാഫ് ഓഫ് ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ്, നൗ ദ ഹെഡ് ക്വാർട്ടർ ഈസ് വർക്കിംഗ് അറ്റ് കൊൽക്കത്ത. ആൻഡ് ഇൻ്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, അതിൻ്റേതായ ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻസ് ഉണ്ട്. വേൾഡ് വൈഡായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് US-ലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ. ഹെഡ് ക്വാർട്ടർ അതോറിറ്റി എന്ന് പറയാവുന്ന എല്ലായിടത്തും അവരവരുടെ രാജ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. വിത്ത് സർട്ടിഫിക്കറ്റ് ബുക്സ്, വിത്ത് വീഡിയോ ഓഡിയോ CDs, എവറിഥിങ് ഈസ് അവൈലബിൾ ഇൻ ദ ക്ലാസ്. So please come and attend the courses and redefine your life. Thank you. Namaste, Ranjit.